ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കിടക്കാച്ചി കിടലോസ്കി പമ്പൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടെ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ടൈഗർ കാ ഹുക്കം. ഇന്ന് നമ്മൾ പാലാ ജൂബിലിക്ക് പങ്കെടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പം ഇപ്പോൾ സമയം 4 മണിയായി. അപ്പോൾ ഒരു 4:30 ആകുമ്പോൾ റെഡി ആയിട്ട് പോകും. പിന്നെ പ്രാർത്ഥിക്കും, പ്രദക്ഷിണം ഉണ്ടെങ്കിൽ അത് കാണും, ഭക്ഷണമൊക്കെ മേടിക്കും, തിരിച്ചു പോകും. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ക്രിസ്മസ് ഒക്കെ ആവാറായതുകൊണ്ട് എല്ലാവരുടെയും വീട്ടിൽ സ്റ്റാറൊക്കെ ഇട്ട് കാണും. ഞങ്ങൾ വിട്ടു. പിന്നെ ക്രിസ്മസ് ട്രീ അവിടെ ഇരിപ്പുണ്ട്, അതിൻ്റെ അകത്ത് കുറേ തൂക്കണം. ജൂബിലിയുടെ ഔട്ട്ഫിറ്റ് ഇതാണ്, നല്ല ചുള്ളനായിട്ടുള്ള. ഞങ്ങളുടെ ഇവിടെ ടാറിടുവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി ജൂബിലിക്ക് നേരെ പോകാൻ പോവാണ്. അവിടുത്തെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ആയതുകൊണ്ട് ചേട്ടയ്ക്ക് ഇത്തിരി ഫയർ ഫോട്ടോസ് എടുത്ത് കൊടുത്തു. നല്ല ഇടിയാണ്, ഭയങ്കര ഇടിയാണ്. നല്ല ഇടിവെട്ടായതുകൊണ്ട് നമ്മളൊന്ന് പോകണ്ടെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറഞ്ഞപ്പോൾ പോകാമെന്ന് എന്തായാലും ഓർത്തു. കൃപ ചേച്ചി നല്ല ഓർക്കും കേട്ടോ, അതുകൊണ്ട് ക്രീപ്പി വരുന്നില്ലായിരിക്കും. അപ്പോൾ നമ്മൾ 4 പേരും കൂടെ പോകണം. തുറക്കൂ. വാവ്, റിവേഴ്സ് ക്യാമറയുടെ ഒരു ക്വാളിറ്റി. ഗൈസ്, ഫുൾ ഇരുട്ടാണ്. ഞാനിവിടെ ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ കൂടി പറ്റുന്നില്ല. ജൂബിലിക്ക് പോവാണ്. എന്തെങ്കിലും പറ. ഹലോ ഗൈസ്, ഞാനിപ്പോൾ ജോൺസൺ. ഇപ്പൊ കാണാലേ, അതാ ഞാൻ ഇവനോ പറയാനുള്ളത് മലയാളം. അല്ലാതെ പറയാൻ വാക്കുകളില്ല. നമ്മള് ജൂബിലി ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാവർക്കും അറിയാം. ഇവിടെ ഞാൻ കുറെ നേരത്തേക്ക് മഴയായിരുന്നു, അതുകൊണ്ട് കറണ്ട് ഒന്നും ഇല്ല. അതും ഞാൻ പറഞ്ഞു. വേറെ എന്തെങ്കിലും വെറൈറ്റി? നമ്മൾ ഇതുവരെ ഒരു വർഷം കാർണിവലിലൊന്നും കയറിയിട്ടില്ല. അടിച്ചു പൊളിച്ചിട്ട് വരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പപ്പ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പപ്പ തംസ് അപ്പ് കാണിച്ചിരിക്കുന്നത്. ജൂബിലിയാണോ അതോ ഹോളിയാണോ? ഇതാണ് എൻ്റെ അപ്പൻ്റെ കസിൻ്റെ കട. എല്ലാവരും ചെക്കൗട്ട് ചെയ്യാം. അതാണ് എൻ്റെ അപ്പൻ്റെ കസിൻ. എൻ്റെ യൂട്യൂബ് ചാനലിന് ഭയങ്കര സപ്പോർട്ടാണ്. ഈ ഫേവറേറ്റ് പെറ്റ്സിൽ എല്ലാവരും വരിക, പട്ടികളെ ഗ്രൂം ചെയ്യുക. ബ്ലോഗാ ഹായ് പറ. പ്രദക്ഷിണൊക്കെ കഴിഞ്ഞ് നല്ല രസമുണ്ടായിരുന്നല്ലേ. ഇനി നമ്മള് എവിടെയാണ് പോകുന്നത്? അവിടെ എന്താ അവളെ കാലം കണ്ടൊരു മാളെ നോട്ടം വേണ്ടടി മോളെ. പിന്നെ ഞാനും ചട്ടയും കുടിക്ക് തപ്പത്ത് കുടിച്ചു. ഞാൻ ഗ്രീൻ ആപ്പിളും അവൻ പൂച്ചായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും അത് ഇഷ്ടമായി. പിന്നെ പപ്പ വാട്ടർ മെലനും അമ്മ ഒരു ഗ്രീൻ ആപ്പിളും കൂടെ പറഞ്ഞു. വാട്ടർ മെലനും കുഴപ്പമില്ലായിരുന്നു. പറയാൻ പറഞ്ഞാൽ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ഗാനം നമ്മുടെ ബാലാപ്പള്ളി. കൃഷ്ണ ഫസ്റ്റ് ടൈമാണ് പാനിപ്പൂരി കഴിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് യം. കാർണിവലിൻ്റെ അവിടെയൊക്കെ ഭയങ്കര തിരക്കായതുകൊണ്ട് നമുക്ക് അവിടെ കയറാൻ പറ്റില്ല. പക്ഷെ അത് കാണാനും നല്ല രസമുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളൊരു മൊയ്ത് കുടിച്ചു. എനിക്ക് മറ്റേ കുലുക്കി ചർബത്തിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു. അവനും ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു.
പെരുന്നാളും കാര്യങ്ങളും ഒക്കെ തീർന്നില്ല, നമ്മൾ തീർന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു, പിന്നെ ഭക്ഷണം കഴിച്ചു. നല്ല ഫുഡായിരുന്നു. പിന്നെ എന്നാ ചുമ്മാ തേരാപ്പാര നടന്നു. അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു ജൂബിലി? തുടക്കം ഒരിച്ചിരി മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് മഴയൊക്കെ മാറി നല്ല തിരക്കുണ്ടായിരുന്നു. പ്രദർശനത്തിനൊക്കെ ഒത്തിരി ആളുണ്ടായിരുന്നു. മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു, നേർച്ചയിട്ടു, ആടിമ വെച്ചു. പിന്നെ തിരിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ കൂടെ അതിലേക്കൂടെ എല്ലാം കറങ്ങി ജൂബിലി ഘോഷിച്ചു. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിച്ച് കഴിച്ചു. സൈഡിൽ വെച്ചിരുന്ന കച്ചവട സാധനങ്ങളിൽ നിന്നൊക്കെ വെച്ചുവാണിന്ന് നമ്മൾ പറയും, അതിനകത്തു നിന്നെല്ലാം കുഞ്ഞു ഓരോ സാധനങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ വളരെ രസകരമായിട്ട് മഴയൊന്നും ഇല്ലാതെ നല്ല ശാന്തസുന്ദരമായിട്ട് ഈ രാത്രി ഞാൻ കഴിഞ്ഞുപോയി. അത്രയേ ഉള്ളായിരുന്നുള്ളൂ. പപ്പയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അമ്മ പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെ അടിയിൽ നമ്മൾ ഒരു ഒപ്പിട്ട് വെച്ചു. ഇവനോ? അപ്പന്റെ ഒപ്പിന്റെ താഴെ എന്റെ ഒപ്പും. I hope you like this video. വീണ്ടും ഒരു കിടുക്കാച്ചി വീഡിയോയുമായി വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സൈനിങ് ഓഫ് സാറ. ഹായ് ബൈ ബൈ ബൈ. I hope you like this video. വീണ്ടും ഒരു കിടുക്കാച്ചി വീഡിയോയുമായി വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സൈനിങ് ഓഫ് സാറ. ഒരു ശബ്ദം